ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നൊരു പുതിയൊരു പ്രോഡക്റ്റ് ആയിട്ടാണ്. പുതിയ പ്രോഡക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി, അതായത് നമ്മളെ വണ്ടികൾ ഇറങ്ങിയ കാലം തൊട്ട് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ആയാലും വണ്ടിയുടെ ടെയിൽ ലൈറ്റ് ആയാലും വണ്ടിക്കകത്ത് ഒട്ടുമിക്ക ലൈറ്റ് പാർട്സ് ആയാലും നമ്മൾ ചെയ്യുന്ന ലുമാക്സ് അല്ലെങ്കിൽ മിൻഡ അതവരാണ് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഏതൊരു ബ്രാൻഡിലെ ഏതൊരു ക്വാളിറ്റിയുള്ള വണ്ടി എടുത്താലും അതിൻ്റെ അകത്തുള്ള ബൾബ് ആയാലും അതിൻ്റെ ഹെഡ്ലൈറ്റ് ആയാലും അതേപോലെ ഹെഡ്ലൈറ്റ് സെറ്റ് ആയാലും നമ്മളെ ഇൻഡിക്കേറ്റർ ആയാലും എല്ലാം വന്നാൽ ലുമാക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് നമുക്ക് എല്ലാം കിട്ടുന്നത്. ലുമാക്സ് ആൻഡ് മിൻഡ പിന്നെയാണ് നമുക്ക് വേറെ ബ്രാൻഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതൊക്കെ ഏറ്റവും ലോ ക്വാളിറ്റിയിലുള്ള ബ്രാൻഡാണ്. ലുമാക്സ് എന്ന് പറയുമ്പോൾ ഹൈ ക്വാളിറ്റി ബ്രാൻഡാണ്. കാര്യം നമ്മൾ ഷോറൂമിൽ കിട്ടുന്ന സെയിം സാധനം തന്നെയാണ് ലുമാക്സ് വെളിയിൽ കൊടുക്കുന്നത്. പക്ഷേ ഷോറൂമിൽ നമ്മൾ മേടിക്കാൻ നേരത്തെ അവരുടെ ഒറിജിനൽ വേറെ പറഞ്ഞ പക്ഷേ വെളിയിൽ നിന്ന് മേടിക്കാൻ ലുമാക്സ് തന്നെയായിരിക്കും. അതുകൊണ്ട് ക്വാളിറ്റിക്ക് യാതൊരു വ്യത്യാസ കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രി നമ്മൾ ഒരുപാട് കൂട്ടം വിളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു LED സെലക്ട് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ 2 ബ്രാൻഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മളെ ഓസ്റാമാണ്. ഓസ്റാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അതേപോലെ തന്നെ ഞാൻ ലുമാക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് കൂടെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. കാര്യം ലുമാക്സിൻ്റെ HID കാര്യം ഞാൻ ലുമാക്സിൻ്റെ LED ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷേ അതിൻ്റെ HID എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം മാരക വെട്ടുന്നുണ്ട്. H4 ആയാലും H8 ആയാലും H7 ആയാലും അത്രയും മാരക വെട്ടുന്നത്. കാര്യം അതിന് HID വന്നിട്ട് ഏകദേശം 14,000 രൂപ റേറ്റ് വരുന്നുണ്ട്. 2 വർഷം വാറണ്ടി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഓഫറാം വന്നിട്ട് നമുക്ക് നോർമലായിട്ടൊരു 7,500 MRP വരുന്നുണ്ട്. മനസ്സിലായി? അതിന് 2 വർഷം 3 വർഷം വാറണ്ടി വരുന്നുണ്ട് ഓസ്റാം. പക്ഷേ ഓസ്റാം എന്ന് വെച്ചാൽ നമുക്ക് 12 വോൾട്ടാണ് വരുന്നത്. അതേപോലെ 12 വാട്ട്സും കാര്യങ്ങളാണ് വരുന്നത്. മനസ്സിലായില്ലേ? പക്ഷേ ലുമാക്സ് വരുന്നത് നമുക്ക് 12 വോൾട്ടിനകത്ത് 86 വോൾട്ടാണ് ഇതിനകത്ത് വരുന്നത്. അതായത് വെട്ടത്തിനുള്ള ആ ഒരു ഇങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ വോൾട്ടായിട്ട് നമ്മളെ വീട്ടിലെ ബൾബ് കണ്ടില്ല, 9 വാട്ട്സ് 10 വാട്ട്സ് അതേപോലെ പറയുന്നത് അങ്ങനെ 12 വാട്ട്സ് അതേപോലെ 36 വാട്ട്സ് അങ്ങനെയാണ് ഇതിനകത്ത് കാൽക്കുലേറ്റ് പോരുക. പക്ഷേ ഇന്ന് ഞാൻ ഇത് എടുക്കാനുള്ള കാര്യം വെച്ചാൽ ലുമാക്സിൻ്റെ ബ്രാൻഡ് എനിക്ക് H4 റിവ്യൂ ചെയ്യാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസാണ് ഇന്ന് മെയിനായിട്ട് നമ്മൾ ചെയ്യാതെ കഴിയുന്നത്. കാര്യം എന്താ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ബോക്സ് കണ്ടില്ല, ഇവനാണ് സംഭവം. കാര്യം ഇതിനകത്ത് ഞാനിന്ന് എടുത്തത് H4 ആണ്. കാര്യം H4 എടുത്തെന്ന് വെച്ചാൽ നമ്മളെ നോർമലായിട്ടുള്ള ഒരു ഇതുള്ള 80% വെഹിക്കിൾസിലും വരുന്ന H4 ആണ്. അതായത് നമ്മളെ നോർമൽ ആൾട്ടോ ആയാലും സ്വിഫ്റ്റ് ആയാലും അതേപോലെ തന്നെ ബലേനോ അങ്ങനെയുള്ള എല്ലാ വണ്ടികളിലും വരുന്നത് H4 ആണ്. പിന്നെയുള്ള വണ്ടികളാണ് നമുക്ക് H1M H7 ഒക്കെ വരുന്നത്. നമ്മളെ ബ്രീസ അങ്ങനെയുള്ള വണ്ടികളിൽ അതേപോലെ തന്നെ നമ്മളെ i20 ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ i20 വരുന്ന H27. അത് ഓരോ ബൾബൊക്കെ ഒരു സീരിയൽ നമ്പറുകളുണ്ട്. എല്ലാ ബൾബും എടുത്ത് ഒരു വണ്ടി ഇപ്പം പുറത്തുനിന്നൊക്കെ കഴിക്കുന്നൊക്കെ വരുന്ന ഒരു നോർമലായിട്ട് അവരെ വണ്ടി ഇപ്പോൾ സ്വിഫ്റ്റ് ആയിരിക്കും. അവർ ചിലപ്പോൾ H8 ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് പേര് H8ൻ്റെ LED കൊണ്ടുവന്നിട്ട് ഇതെടുത്തിൻ്റെ വണ്ടിക്ക് ഇട്ട് വരുമെന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഇടാൻ പറ്റത്തില്ല. H4 എന്ന് പറയുന്ന ഒരു നമ്പറാണ്. അതിനകത്ത് ഡിമ്മും ബ്രൈറ്റും ആയിരിക്കും H4-നകത്ത് വരുന്നത്. പക്ഷേ H8 വന്നിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഫോഗ്ലാം ബൾബാണ് വരുന്നത്. അതേപോലെ H7 നമുക്ക് മെയിനായിട്ട് ഹെഡ്ലൈറ്റ് ബൾബ് മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ H1 നമുക്ക് ഫോഗ്ലാം ബൾബായിട്ട് അത് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന നമ്മളെ Fiat Puntoയിൽ അതേപോലെ Fiat Lineയ്ക്കൊക്കെ H1 ബൾബാണ് നമുക്ക് എന്താ ഫോഗ്ലാം വരുന്നത്. പരത്തിന് അത് ഹെഡ്ലൈറ്റിലും വരുന്നുണ്ട്. ബ്രൈറ്റിലാണ് H1 വരുന്നത്. പക്ഷേ നല്ല ക്വാളിറ്റി വെട്ടോ കാര്യങ്ങളും സാധാ ബൾബ്. പക്ഷേ നമ്മളെ ഈ LED-ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമുക്ക് നോർമലായിട്ട് എല്ലാവരും കാണുന്നതും അതേപോലെ തന്നെ എല്ലാവരും പറയുന്നത് ലോങ്ങൊന്ന് വണ്ടി ഇടുന്നിട്ട് നമുക്ക് ബ്രൈറ്റ് അടിച്ച് അടിച്ചു കൊടുക്കാം. വൈറ്റ് വെട്ടം നമ്മളെ കണ്ണിനകത്ത് വെട്ട് അന്ന് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ കണ്ണ് അടയും. കാര്യം അത്രയും വെട്ടമുള്ളതിനകത്ത് വന്ന് കയറും. പക്ഷേ വലിയ വെട്ടോ കാര്യങ്ങളോ നമുക്ക് കാണില്ലെങ്കിൽ സാധാരണ ലോക്കല് വൈറ്റ് വെട്ടമൊക്കെ ആകുമ്പോൾ നമ്മളെ കണ്ണിൽ വന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ണടയും. പക്ഷേ അതിൻ്റെ വൈറ്റ് വെട്ടനെ കടത്തി വെട്ടാനായിട്ടുള്ളതാണ് നമ്മളെ വാം വെട്ടം. അതാണ് നമ്മളെ ഈ ഹൈ റേഞ്ച് ഏരിയയിലൊക്കെ പോകുന്നത് വൈറ്റ് വെട്ടം ഒഴിവാക്കിയിട്ട് യെല്ലോ വെട്ടം യൂസ് ചെയ്യും. കാര്യം വൈറ്റ് വെട്ടം ഇട്ട് കഴിഞ്ഞുള്ള കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഴ സമയത്ത് മഴത്തുള്ളി മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അത് സത്യമായ കേസാണ്. അത് നിങ്ങളെ ഉള്ള ഒരു വീഡിയോ കാണുന്ന മിക്കുള്ള സുഹൃത്തുക്കൾക്കും വൈറ്റ് വെട്ടമിട്ട വണ്ടി ഉണ്ട്. അവർ ശ്രദ്ധിക്കുക. അവർ തന്നെ മിക്കുള്ളവർ പറയുന്നുണ്ടാവും മഴ ആയി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല, തുണി പോയി കാണാൻ പറ്റില്ല. പക്ഷേ അതേ സമയം നമ്മളെ വാം വെട്ടുവാണെങ്കിൽ നല്ല രീതിയിലുള്ള കുഴിയായാലും എന്തായാലും കാണാൻ പറ്റും. ഒരു 100 ബൾബ് ഇട്ട് കൊടുത്ത് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 1500 കാര്യം കഴിയും. പക്ഷേ നല്ല വെട്ടം കാര്യങ്ങളായിരിക്കും. എന്നാലും വൈറ്റ് വെട്ടത്തിൻ്റെ ലെവൽ വേറെയാണ്. കാര്യം വണ്ടി കാണാനും ലോകം നിന്നാലും നമുക്കിപ്പം കാലങ്ങളൊക്കെ മാറി. പണ്ട് നമ്മളെ വീട്ടിലൊക്കെ വാം വെട്ടമായിരുന്നു. ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ മാറി CFL-ഉം കഴിഞ്ഞു. ഇപ്പോൾ LED കാലഘട്ടമാണ്. അപ്പോൾ എല്ലാവരും LED-ലോട്ടുള്ളൂ. എന്തായാലും നമ്മൾ പറഞ്ഞു നിൽക്കുന്നില്ല. എന്തായാലും ആ ലുമാക്സിൻ്റെ ഒന്ന് അൺബോക്സ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിലായിട്ട് എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എന്താ നമ്മളെ ബോക്സ് ഇതാണ് കേട്ടോ. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് 200% മോർ ബ്രൈറ്റ്നെസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു 60% ലെൻസ് എനർജി ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലുമാക്സ് ടെക് മാക്സ് എന്നാണ് ഇതിൻ്റെ പറയപ്പെടുന്നത്. LED ഹെഡ്ലൈറ്റ് കിറ്റ് DK ജെയിൻ ഗ്രൂപ്പാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനകത്ത് വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് പെർഫെക്റ്റ് കട്ട് ഓഫ് ലൈൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് പ്ലഗ് ആൻഡ് പ്ലേ, അതായത് വയർ കട്ടിങ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ഹൈപ്പർ ലിമിനേഷൻ കൊടുത്തിട്ടുണ്ട്. സേഫ് ബീം കൊടുത്തിട്ടുണ്ട്. 5000 മണിക്കൂർ ലൈഫ് ടൈമാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ?
5000 അല്ല സോറി 50000 കേട്ടോ. 50000 മണിക്കൂർ ലൈഫ് ടൈമാണ് എന്നെ പറഞ്ഞത്. അതായത് വാട്ടർ പ്രൂഫാണ്. ഇതിനകത്ത് 24 മന്ത്, അതായത് 2 വർഷമാണ് വാറണ്ടി വരുന്നത്. പോരാതെ ഇതിന് 1 ഇയർ കൂടെ എക്സ്ട്രാ വാറണ്ടി ഉണ്ട്. അതായത് 3 വർഷം ഇതിന് വാറണ്ടി വരുന്നുണ്ട്. ഇതാ H4, ഇതാ 12 വോൾട്ട് 36 വാട്ട്സ് ആണ് തന്നിരിക്കുന്നുണ്ടല്ലോ H4. ഇത് എപ്പോഴും നോക്കിയെടുക്കുക. H4 വണ്ടികളുടെ ഒരു സീരിയൽ നമ്പർ. പോരാതെ 6000 കെൽവിനാണ്. അപ്പം നേരത്തെ നമുക്ക് HID ഒക്കെ ഒന്നുണ്ട്. HID എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ വണ്ടി ഒന്ന് ഓണായി കഴിഞ്ഞാൽ നമുക്ക് സഡൻലി ബ്രൈറ്റ് ഒന്നും അടിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം അടാറോ വെട്ടോ ഇരിക്കും. അതായിരിക്കും HID. പക്ഷേ കത്തി വരാനായിട്ട് ഇച്ചിരി ടൈം എടുക്കുക. അതിൻ്റെ ബൾബും അതിൻ്റെ ബെലാസ്റ്റൊക്കെ ചൂടായി വന്നാൽ മാത്രമാണ് ആ സംഭവം നല്ല രീതിയിൽ വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ എന്താ നമുക്കിതിനൊന്ന് അൺബോക്സ് ചെയ്യാം. കണ്ടില്ലേ അൺബോക്സ്. അപ്പോൾ ഇതിനകത്തൊരു വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വിഭാഗത്തുണ്ടായിരുന്നു. ലുമാക്സിൻ്റെ വാറണ്ടി കാർഡാണ്. 24 മന്ത് ഒക്കെയാണ് ഇതിൻ്റെ വാറണ്ടി ഇട്ടിരിക്കുന്നുണ്ടല്ലേ, വാറണ്ടി കാർഡ്. പക്ഷേ ഇതിന് 1 ഇയർ എക്സ്ട്രാ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാറണ്ടി കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് റീപ്ലേസ് ചെയ്യാൻ പറ്റൂ. ഇതിന് അവർ പറയണമെന്ന് വെച്ചാൽ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ സ്പോട്ട് റീപ്ലേസ് ആണ്. അതായത് കംപ്ലയിൻ്റ് ആയിട്ട് സാധനം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരെയും തന്നെ എടുത്ത് അവരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞാൽ ഈ സാധനം കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞാൽ സ്പോട്ട് റീപ്ലേസ് ചെയ്ത് തരും. അതാണ് ഇതിൻ്റെ വേറൊരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മളെ സംഭവം ഇതാണ് സാധനം. പോരാത്തന്നെ ഇതിനകത്ത് ഡബിൾ സൈഡ് സ്റ്റിക്കർ വന്നിട്ടുണ്ട്. സ്റ്റിക്കർ തന്നിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ തന്നിരിക്കുന്ന ചെറിയ ബെലാസ്റ്റ് ഇല്ലേ, ഇതിനകത്ത് തന്നിരിക്കുന്ന ചെറിയ ബെലാസ്റ്റ് ഉണ്ട്. ഈ ഒരു ബെലാസ്റ്റ്, ഈ ബെലാസ്റ്റിനെ സ്റ്റിക്ക് ചെയ്ത് വണ്ടിയുടെ ബോഡിയിലോട്ട് ഒട്ടിക്കാനായിട്ടാണ് ഈ ബെലാസ്റ്റ് തന്നിരിക്കുന്നത്. പിന്നെ 2 ടാഗ് വന്നിട്ടുണ്ട്. നമ്മൾ ബെലാസ്റ്റ് കെട്ടി വെക്കാനായിട്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഇതേപോലെ ഡബിൾ സൈഡ് യൂസ് ചെയ്തിട്ട് ടാഗ് വെച്ച് കെട്ടി നിർത്തുകയാണ് ചെയ്യുന്നത്. നമ്മളെ ബൾബ് കണ്ടില്ലേ, ഇതിനകത്ത് കുറേ സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. LED ലൈറ്റ് ഡ്രൈവ്, അതുപോലെ ഇൻവെർട്ട്, വോൾട്ട്, ടാഗ്, DC 9 വോൾട്ട്, അതായത് 9 വോൾട്ട് തൊട്ട് അങ്ങോട്ടുള്ള എല്ലാത്തിനും സപ്പോർട്ടാവും. അതായത് 24 അല്ല 12 വോൾട്ട്, മാക്സിമം DC അങ്ങനെ കൊടുത്തിട്ടുണ്ട്. DC 32 വോൾട്ട് വരെ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ 24ലോട്ട് പോയിട്ടുണ്ട്. 24ൽ വേറെ ലെവലാണ്. 24 എന്ന് പറയുമ്പോൾ 2 ബാറ്ററി വരുമ്പോൾ 24 വോൾട്ട് വരുന്നത്. അതിനകത്ത് വേറെ ലെവലാണ് കപ്പാസിറ്റി എല്ലാം പറയുന്നത്. ലൈഫ് ടൈം ഏകദേശം 30,000 IRS എന്നാണ് കൊടുത്തിരിക്കുന്നത്. പോരാതെ ഇതിനകത്ത് ഫാനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കാര്യം നിങ്ങളെന്തായാലും ഫാൻ ഇല്ലാത്തതുകൊണ്ട് ഇത് എന്തായിരിക്കും, ഇതിനകത്ത് എത്രത്തോളം ചൂടായിരിക്കും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നല്ലൊരു അലൂമിനിയം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, നല്ല രീതിയിലുള്ള അലൂമിനിയം. കാര്യം ഈ അലൂമിനിയം കൊടുത്തിട്ട് ഇതിനകത്തുള്ള ചൂട് നമ്മളെ ബൾബിന് LED ആയാലും ഏതൊരു ബൾബായാലും ചൂടാവും. ആ ചൂടിനെ പിടിച്ചെടുക്കാനാണ് ഈ അലൂമിനിയം കൊടുത്തിരിക്കുന്നത്. കാര്യം ഒരു 2 വർഷം പോരാതെ 1 വർഷം എക്സ്റ്റേണൽ വാറണ്ടി തന്നിട്ട് സ്ഥിതിക്ക് 3 വർഷം വാറണ്ടി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 3 വർഷം വാറണ്ടി തന്ന് നമുക്ക് ഈ ബൾബ് തന്നിട്ട് ഇതിനകത്തൊരു ഫാനും കാര്യങ്ങളും കൊടുക്കാതെ തരുന്നുണ്ടെങ്കിൽ അത് അത്രയും ക്വാളിറ്റി ആയിരിക്കും. അല്ലാതെ ഈ 3 വർഷം വാറണ്ടിയൊന്നും ഒരിക്കലും ഒരു കമ്പനിയും കൊടുക്കത്തില്ല, ഒരു ഫാൻ പോലും ഇല്ലാതെ. പക്ഷേ അത്രയും ക്വാളിറ്റിയാണ്. ഞാൻ ഈ സാധനം ഞാൻ ഓഫറാമാണ് പുള്ളിയെടുത്ത് പറഞ്ഞത്. പുള്ളി എനിക്ക് തന്നത് ലുമാക്സാണ്. ലുമാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇട്ട് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞു. ലുമാക്സിൻ്റെ HID ചെയ്തതല്ലേ, പിന്നെ ഒരു LED കൂടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഈ സാധനം തന്നത്. എന്തായാലും പിന്നെ പോരാത്തതിന് നമ്മളെ ഈ ബൾബ് ഇടുന്നതിന് പൊസിഷൻസ് ഉണ്ട്. ഒരേ HID ആയാലും LED ആയാലും ഈ ഒരു മിക്കുള്ളവർക്ക് അറിയാത്തൊരു കേസും കൂടെ ഉണ്ട് കേട്ടോ. ഒരു LED ആയാലും ഓൺലൈനിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ H4 വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഡയറക്റ്റ് കയറ്റിയിട്ട് ഇടാൻ നോക്കും. അപ്പം നമ്മളെ ഈ ലോക്ക് വന്നിട്ട് ഇതിനകത്ത് തട്ടി നിൽക്കും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ട് ഊരുക, ഈ സാധനം വലിച്ച് ഊരിയെടുക്കുക, ഇങ്ങനെ സ്പ്ലിറ്റ് ആക്കുക. എന്നിട്ട് നമ്മളെ അതിൻ്റെ ഉത്ഭാഗം തുറന്ന് ഈ ഒരു കപ്പ് ഇട്ടതിന് ശേഷം അകത്തുള്ള ഡസ്റ്റ് ക്യാപ്പ് ഇട്ടതിന് ശേഷം ഇത് പുറത്തുനിന്ന് വെച്ച് ടൈറ്റ് ചെയ്യണം. പിന്നെ ഇതിനകത്ത് പൊസിഷൻസ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ബൾബിനും പൊസിഷൻ ഉണ്ട്. ഇതിനകത്ത് R2 കൊടുത്തിട്ടുണ്ട്, ഇവിടെ R1 കൊടുത്തിട്ടുണ്ട്. കാര്യം ഈ R2 R1 ആയിരിക്കണം താഴെ വന്ന് നിൽക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് വെട്ടം കറക്റ്റ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് കറക്റ്റ് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ വെട്ടം വേറെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് അടിക്കും. ഒന്നീ മേഖലയിലോട്ട് അല്ലെങ്കിൽ സൈഡിലോട്ട് ചരിഞ്ഞൊക്കെ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഇതിനകത്തുള്ള മെയിൻ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ലോക്ക് ഇതേപോലെ തന്നെ കറക്റ്റ് പ്രസ് ചെയ്ത് ഇടാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇങ്ങനെയൊക്കെ പോർഷനിലൊക്കെ ഇടാം, തിരിച്ചൊക്കെ ഇടാൻ കണ്ടില്ല, തലവത്തിനൊക്കെ ഇടാൻ പറ്റും. പക്ഷേ ഇട്ട് കഴിഞ്ഞുള്ള കേസ് എന്ന് വെച്ചാൽ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനായി നമ്മൾ വെട്ടം ചിലപ്പം മാറിയും തിരിഞ്ഞൊക്കെ പോകും. അതിനാണ് ഈ ഒരു പോയിന്റ് ഇട്ട് ഇതിനെ നമ്മൾ ടൈറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇതിൻ്റെ കറക്റ്റ് ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ക ലോക്കും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, പക്ക ലോക്കായി തന്നെ ഇരിക്കും. അപ്പം നമ്മളത് ആ വീഡിയോസും തന്നെ വലിച്ചു കിട്ടുന്നില്ല. എന്തായാലും നമുക്ക് ഇതൊന്ന് ഇട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ ബലേനക്കകത്ത് ഇട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ബലേന പഴയ ബലേനയാണ്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, കളറൊക്കെ നല്ല മിനിക്കോൾ ടൈപ്പ് കളറൊക്കെയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. വണ്ടീൻ്റെ റിവ്യൂ അല്ല, നമ്മളത് ചെയ്യുന്നത് എന്തായാലും നമ്മളെ ലുമാക്സിൻ്റെ LED ആണ് നമ്മളിപ്പോൾ വണ്ടിക്കകത്ത്. ഇതിൻ്റെ നമ്മളെ ഹെഡ്ലൈറ്റൊക്കെ നല്ല മഞ്ഞപ്പടിച്ചിട്ടുണ്ട്, നല്ല മഞ്ഞപ്പായിട്ടുണ്ട്. ഇതിനകത്തിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഇതാ കണ്ടില്ല, ഇപ്പുറ സൈഡ് നമ്മളെ നോർമലായിട്ടുള്ള വാംവെട്ടം തന്നെയാണ്. ഉള്ളിൽ ഞാൻ നമ്മളെ കിറ്റൊക്കെ ഇട്ട് അവിടെ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ലുമാക്സിൻ്റെ ഫുൾ കിറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലുമാക്സിൻ്റെ ഫുള്ള് കിറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഉള്ളിലായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, നടക്കുന്നുണ്ടല്ലേ ലുമാക്സ്.
അപ്പോൾ എന്താ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെളിയത്തെ വെട്ടവും കാര്യങ്ങളും നമ്മുടെ ഷോപ്പ് വെട്ടവും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ വെട്ടം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നോക്കാം. കാര്യം ഇപ്പോൾ മഞ്ഞപ്പടിച്ചിട്ടുണ്ട്. അപ്പോൾ മഞ്ഞപ്പടിക്കാൻ നേരത്ത് അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് വരും. കാര്യം നമുക്കൊരു അതായത് ചെറിയൊരു സാധനം വന്ന് മറഞ്ഞാൽ പോലും നമുക്ക് വെട്ടത്തിനായാലും എന്തൊരു കാര്യത്തിനായാലും നമുക്ക് ഡിഫറൻസ് കാണിക്കും. അത് ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം വെച്ചാൽ ഇതിനകത്ത് മഞ്ഞപ്പടിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ വെയിലത്തെ കിടന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മഞ്ഞപ്പടിക്കും. മഞ്ഞപ്പൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. എന്തായാലും നമുക്കൊന്ന് ലൈറ്റ് ഇട്ടൊന്ന് ഓണാക്കി നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ എന്താ നമ്മൾ ലൈറ്റ് എല്ലാം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി വെക്കാം. എത്രത്തോളം വെട്ടമുണ്ടെന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മളെ മഞ്ഞ വെട്ടമാണ്, അപ്പുറത്ത് വൈറ്റ് വെട്ടമാണ്. മനസ്സിലായില്ലേ? ഇത് ഈ കിടക്കുന്നത് ഇപ്പുറത്ത് കിടക്കുന്ന നമ്മുടെ 100-90 ബൾബാണ് ഇത് ഈ കിടക്കുന്നത്. ഇതിനകത്ത് കിടക്കുന്നത് നമ്മുടെ വയറിംഗ് കിറ്റൊക്കെ ഇട്ട് വെട്ടം കൂട്ടിയിട്ടുള്ള ഒരു ബൾബാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പവർ അതിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ വൈറ്റാണ്, മറ്റേ വന്നിട്ട് നമ്മളെ പ്യൂർ വൈറ്റാണ്. കണ്ടില്ലേ? ഡിം ബ്രൈറ്റ് അടിച്ചേ. കണ്ടില്ലേ? ഡിം അടിച്ചേ, ഡിം ബ്രൈറ്റ് അടിച്ചേ. അപ്പോൾ ഇത് ഡയറക്റ്റ് നമ്മളെ ഭിത്തിയിലാണ് അടിച്ചിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ കാണിച്ചുതരാം. അടിച്ചേ, ഡിം ബ്രൈറ്റ് അടിച്ചേ. അപ്പോൾ കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ വെട്ടം കേട്ടോ. നമ്മളെ ലുമാക്സിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതാണ്. നമ്മളെ ലുമാക്സിൻ്റെ ക്വാളിറ്റി ഏകദേശം 3 വർഷമാണ് ഇതിൻ്റെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നത്. കാര്യം വെച്ചാൽ 3 വർഷം വാറണ്ടി കാര്യങ്ങൾ പോരാതെ വാട്ടർ പ്രൂഫാണ്, പക്ക വാട്ടർ പ്രൂഫാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പോരാത്തിന് 3 വർഷം വാറണ്ടി, അതായത് 2 വർഷം നമുക്ക് അതിനകത്ത് കാർഡ് വാറണ്ടിയും പോരാത്തിന് 1 ഇയർ നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടിയാണ് അതിനകത്ത് തന്നിരിക്കുന്നത്. അത് കമ്പനി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കാര്യം നമുക്ക് എല്ലാവർക്കും 2 ഇയേഴ്സ് ആണ് അതിൻ്റെ വാറണ്ടി കാർഡിന് ഇതിനകത്ത് എല്ലാം എഴുതിയിരിക്കുന്നത്. പക്ഷേ 1 ഇയർ കൂടെ നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. പോരാത്തതിന് ഇതിന് ബൾബ് ഇടുന്ന പൊസിഷൻസ് ഉണ്ട്. കാര്യം LED H4 LED ആകുമ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള LED ഒന്നും നടക്കല്ല. H4 LED ആകുമ്പോൾ LED ആകുമ്പോൾ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ബൾബിൻ്റെ പൊസിഷൻ മാറിപ്പോൾ, ഡിമ്മും ബ്രൈറ്റ് അടിക്കുന്ന പൊസിഷൻ മാറിപ്പോൾ. ചിലപ്പം വലത്തോട്ടായിരിക്കും, ചിലപ്പോൾ മുകളിലോട്ടായിരിക്കും. നമ്മൾ ഡിം അടിക്കാൻ മുകളിലോട്ടായിരിക്കും, ബ്രൈറ്റ് താഴോട്ട് വരാം. അത് പൊസിഷനൊക്കെ മാറിപ്പോകും. ചിലപ്പം ചില വണ്ടിക്കകത്ത് നമ്മൾ വയറിൻ്റെ പിന്ന് ഊരി മാറ്റി കുത്തേണ്ടൊക്കെ വരും. അങ്ങനെയൊക്കെ കുറേ സെറ്റപ്പുകൾ ഇതിനകത്ത് ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ പണിയെന്ന് വെച്ചാൽ ചടങ്ങാണ്. ഞാൻ ഇവിടെ എല്ലാം ഡിസ്കണക്ട് ചെയ്ത് ഊരാൻ പോയത്. കാര്യം ഞാൻ ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. ബൾബ് ഞാൻ അവിടെ ഊരി എടുത്തിട്ടുണ്ടല്ലേ. സംഭവം അത്ര നേരമായിട്ട് ചൂടൊന്നും ആയില്ല കേട്ടോ. ശരിക്കും ചൂടും കാര്യങ്ങളും, പക്ഷേ ഫാനും കാര്യങ്ങളും നൽകില്ല. പക്ഷേ ഇതിനകത്ത് ഹീറ്റ് പിടിച്ചെടുക്കാനായിട്ട് ഇതിനകത്ത് നമ്മളെ അലൂമിനിയത്തിൻ്റെ അകത്തുള്ള ഹീറ്റ് പിടിച്ചെടുക്കാനായിട്ടുള്ള ഹീറ്റ് റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സെറ്റപ്പ് ആണല്ലേ, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നമ്മളെ സാധാ ഒരു ലോക്കൽ LED അടിച്ചിടുന്നതൊക്കെ അല്ല. ഈ ഒരു ബ്രാൻഡൊക്കെ മേടിച്ചിട്ടുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലങ്ങളോളം കിടന്നോളും. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയാൻ പോലും. നമ്മളെ വലയിൽ നമ്മളെ ഓൾഡ് വലയിൽ ഇടുന്നുണ്ട്. അതിനകത്തിട്ട് ചെക്ക് ചെയ്ത നേരത്ത് നമ്മളെ ഇട്ടിരുന്ന ബൾബ് എന്ന് വെച്ചാൽ അതിനകത്ത് നമ്മളെ വലതുവശത്തിരുന്ന ബൾബ് എന്ന് വെച്ചാൽ 100-90 വയറിംഗ് കിറ്റ് ചെയ്ത ബൾബാണ്. 100-90 ബൾബ് എന്ന് വെച്ചാൽ അത് വേറൊരു ലെവൽ വെട്ടുമാണ്. കാര്യം നമ്മുടെ നോർമലുള്ള ബൾബിൻ്റെ 2 ഇരട്ടി വെട്ടുമാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം 36 വാട്ട്സുള്ള നമ്മളെ LED എടുത്ത് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാലുള്ള കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡിഫറൻസ് ആണ്. നമ്മളെ വൈറ്റ് വെട്ടം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇറച്ചി നിൽക്കത്തില്ല. കാര്യം വൈറ്റ് വെട്ടത്തിനെ കടത്തി വിടാനായിട്ട്, ഒരു വൈറ്റ് വെട്ടത്തിനെ കടന്നു പോകാനായിട്ട് വേറൊരു വൈറ്റ് വെട്ടത്തിന് പറ്റത്തില്ല. പക്ഷേ ഒരു വാം വൈറ്റ്, അല്ലെങ്കിൽ യെല്ലോ ഷെയ്ഡ് അല്ലെങ്കിൽ ഹാലജൻ ബൾബൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൈറ്റ് വെട്ടത്തിനെ കടന്ന് അപ്പുറത്തേക്ക് തന്നെ പോവുക തന്നെ ചെയ്യും. അതാണ് വൈറ്റ് വെട്ടതും യെല്ലോ വെട്ടം തമ്മിലുള്ള വ്യത്യാസം. ഞാൻ എല്ലാവരും സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഞാൻ പറയണം വെട്ടം തോനെ വേണം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ 100-100 ബൾബിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറയും. എന്നിട്ട് അവർ വേണ്ടെന്ന് പറയണമെങ്കിൽ മാത്രം LED, അത് കഴിഞ്ഞിട്ട് HID. അവസാനമായിരിക്കും ഞാൻ LED സെലക്ട് ചെയ്യുന്നത്. അതായത് 2 ഓപ്ഷൻസിൽ വരുന്ന വണ്ടികളുണ്ട്. അതായത് ഹെഡ്ലൈറ്റിനകത്ത് 2 ഡിമ്മും ബ്രൈറ്റും 2 ബൾബായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഞാൻ ബ്രൈറ്റിലോട്ട് ഞാൻ HID സെലക്ട് ചെയ്യാതെ LED സെലക്ട് ചെയ്യും, വൈറ്റ് വെട്ടം ഇടുന്നുണ്ട്. പക്ഷേ നമ്മളെ ഡിമ്മിലോട്ട് ഞാൻ HID തന്നെയാണ്. കാര്യം HID നമ്മളെ പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ സ്പോട്ടിൽ കത്തി വരത്തില്ല. ഒരു 10-30 സെക്കൻഡ് കഴിഞ്ഞ ശേഷം വെട്ടം കൂടി വന്നതിന് ശേഷം മാത്രമായിരിക്കും അത് നല്ല രീതിയിൽ വെട്ടം കിട്ടും. പക്ഷേ ബ്രൈറ്റിലോട്ട് നമ്മൾ പെട്ടെന്നൊരു വണ്ടി ഓട്ടോയിൽ ബ്രൈറ്റ് അടിക്കാൻ നേരത്ത് ഈ 2 ബൾബിലോട്ട് ഒരു ബൾബ് കട്ട് ഓഫ് ആയിട്ടാണ് മറ്റേ ബൾബിലോട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ഓഫ് ആവുന്ന സമയത്ത് പെട്ടെന്ന് HID ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെട്ടം വരത്തില്ല. അതിനാണ് LED സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ കുറേ പ്രത്യേകതകളൊക്കെ ഇതിനകത്തുണ്ട്. എന്തായാലും ഞാൻ അധികം പറഞ്ഞ് വലിച്ചു കിട്ടുന്നില്ല. നമ്മളെ വീഡിയോ ഇവിടെ കൊണ്ട് തരികയാണ്. അപ്പം നമ്മുടെ വീഡിയോസ് കണ്ട സുഹൃത്തുക്കൾ ഇതിനകത്ത് ഇപ്പം കണ്ട വീഡിയോസിനകത്ത് ഏറ്റവും കൂടുതൽ വെട്ടം ഏതിനായിരുന്നു എന്നുള്ളത് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. കാര്യം യെല്ലോയ്ക്കായിരുന്നോ വൈറ്റിനായിരുന്നോ എന്നുള്ളത് കൂടെ ഒന്ന് നോക്കണം. എന്തായാലും ഇവിടെ കൊണ്ട് നമ്മളെ വീഡിയോ അവസാനം. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ നമുക്ക് വീണ്ടും വരാം.